വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന നോവൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പാർട്ട് 1ഉം പാർട്ട് 2മായി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3ഉം 4ഉം അധ്യായങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. സുഹ്റ കണക്കിൽ മിടുക്കിയായിരുന്നു. വാദ്യാർ അവളെ പുകഴ്ത്തുകയും മജീദിനെ അടിക്കുകയുമായിരുന്നു പതിവ്. കണക്കുകളെ സംബന്ധിച്ചിടത്തോളം മജീദിന് ആകപ്പാടെ ഒരു അങ്കലാപ്പാണ്. എത്ര ശ്രമിച്ചാലും ഒന്നും ശരിയാകുകയില്ല. മണ്ടശിരോമണി എന്നാണ് മജീദിനെ വാദ്യാർ വിളിക്കുക. ഹാജർ വിളിക്കുന്നതും അങ്ങനെയാണ്. അതിലാർക്കും ഒരു പരാതിയുമില്ല. മജീദ് മണ്ടനാണ്. അതുകൊണ്ട് അവൻ കുട്ടികളുടെ ഇടയ്ക്കിരുന്ന് ഉച്ചത്തിൽ വിളി കേൾക്കും. ഹാജർ, ഒന്നും എത്രയാണടാ? ഗുരുനാഥൻ ഒരിക്കൽ മജീദിനോട് ചോദിച്ചു. ഒന്നും രണ്ടാണെന്നുള്ളത് ലോകപ്രസിദ്ധമാണല്ലോ. പക്ഷെ അതിന് മജീദ് പറഞ്ഞ അത്ഭുതകരമായ സമാധാനം കേട്ട് ഗുരുനാഥൻ പൊട്ടിച്ചിരിച്ചുപോയി. ക്ലാസ് ആകെ ചിരിച്ചു. മജീദ് പറഞ്ഞ സമാധാനം പിന്നീട് അവന്റെ പരിഹാസപ്പേരുമായി തീർന്നു. ആ ഉത്തരം പറയുന്നതിന് മുൻപ് മജീദ് ആലോചിച്ചു. 2 നദികൾ സമ്മേളിച്ച് കുറച്ചുകൂടി തടിച്ച ഒരു നദിയായി ഒഴുകുന്നത് പോലെ 2 ഒന്നുകൾ ഒരുമിച്ച് ചേരുമ്പോൾ കുറച്ചുകൂടി വണ്ണം വെച്ച ഒരു വലിയ ഒന്ന് ആയിത്തീരുന്നു. അങ്ങനെ കണക്കുകൂട്ടി സാഭിമാനം മജീദ് പ്രസ്താവിച്ചു. ഉമ്മണി വലിയ ഒന്ന്. അങ്ങനെ കണക്കുശാസ്ത്രത്തിൽ ഒരു പുതിയ തത്വം കണ്ടുപിടിച്ചതിന് മജീദിനെ എന്ന് ബെഞ്ചിൽ കയറ്റി നിർത്തി. ഉമ്മണി വലിയ ഒന്ന്. എല്ലാവരും അവനെ നോക്കി ചിരിച്ചു. എന്നിട്ടും മജീദ് സമ്മതിച്ചില്ല ഒന്നും രണ്ടാണെന്ന്. ആയതിനാൽ അത്ഭുതകരമായ ആ ഉത്തരത്തിന്റെ പ്രതിഫലം എന്നോണം 6 ചുട്ടാടി മജീദിന്റെ കൈവെള്ളയിൽ വച്ചുകൊടുത്തിട്ട് എല്ലാം കൂടി സാമാന്യം ഭേദപ്പെട്ട ഒരു വലിയ അടിയായി വിചാരിച്ചു കൊള്ളാൻ അധ്യാപകൻ മജീദിനോട് പറയുകയും ചെയ്തു. അതിനുശേഷം സഹപാഠികൾ അവനെ കാണുമ്പോൾ തമ്മിൽ പറയും, ഉമ്മണി വലിയ ഒന്ന്. ആ പരിഹാസവും അതിനു കാരണമായ സംഗതിയും മജീദിനെ വളരെ വേദനപ്പെടുത്തി. അവൻ പറഞ്ഞത് പരമസത്യമാണ്. പക്ഷെ ആരും അത് വിശ്വസിക്കാത്തതെന്ത്? ഒരു പക്ഷെ തെറ്റായിരിക്കാം. മജീദ് തനി മണ്ടനായിരിക്കാം. സഹിക്കവയ്യാത്ത സങ്കടത്തോടെ മജീദ് ചെന്ന് ഉമ്മയോട് ആവലാതി പറഞ്ഞു. മാതാവ് കനിവോടെ ഉപദേശിച്ചു, സങ്കടമെല്ലാം പടച്ചവനെ അറിയിക്കുവാൻ. റബ്ബുൽ ആലമീൻ ഒരുത്തരുടെയും അപേക്ഷ തള്ളിക്കളയല മോനെ. അതനുസരിച്ച് ആ പിഞ്ചു ഹൃദയം പ്രപഞ്ച സൃഷ്ടാവായ ജഗന്നിയന്താവിനോട് ഹൃദയപൂർവ്വം അപേക്ഷിച്ചു, എന്റെ റബ്ബേ, എന്റെ കണക്കുകളെല്ലാം ശരിയാക്കി തരണേ. അതായിരുന്നു മജീദിന്റെ ആദ്യത്തെ പ്രാർത്ഥന. രാവും പകലും മജീദ് പ്രാർത്ഥിക്കും. എന്നിട്ടും കണക്കുകളെല്ലാം തെറ്റുകയാണ് ചെയ്തത്. മജീദ് വളരെ അടിയും കൊണ്ടു. കൈവെള്ള എപ്പോഴും വിങ്ങും. അവന് സഹിക്കാൻ കഴിയുന്നില്ല. സംഗതികളൊക്കെ മജീദ് സുഹ്റായോട് പറഞ്ഞു. അത് വളരെ പിണക്കങ്ങൾക്ക് ശേഷമാണ്. ഉമ്മിണി വലിയ ഒന്നായതിനു ശേഷം മജീദ് ആരോടും മിണ്ടുകയില്ലായിരുന്നു. അടുത്ത ബെഞ്ചിലിരുന്ന സുഹ്റ നോക്കും. മജീദ് മുഖം തിരിച്ചു കളയും. ഒടുവിൽ മജീദ് മിണ്ടി. സുഹ്റ ചിരിച്ചു. അവൾ സ്ഥലം മാറിയിരുന്നു. മജീദിന്റെ തൊട്ടടുത്ത ബെഞ്ചിന്റെ അറ്റത്തായി അവളുടെ ഇരിപ്പ്. അതോടെ മജീദ് അടികൊള്ളാതായി. അത്ഭുതകരമായി അവന്റെ കണക്കുകളൊക്കെ ശരി. അമ്പടാ, അധ്യാപകൻ അത്ഭുതപ്പെട്ടു. ഞാൻ വിചാരിച്ചതുപോലെ നിന്റെ തലയ്ക്കുള്ളിൽ മുഴുവനും കളിമണ്ണല്ല. അങ്ങനെ ഗുരുനാഥന്റെ സ്തുതിവചനങ്ങൾ മജീദിന്റെ പരിഹാസപ്പേരിനെ മാച്ചുകളഞ്ഞു. കുട്ടികൾ അസൂയോടെ പറയും, മജീദാണ് ക്ലാസ്സിലെ ഒന്നാമൻ. അത് കേൾക്കുമ്പോൾ സുഹ്റ പുഞ്ചിരി തൂകും. അതിന്റെ പൊരുൾ മറ്റാർക്കും മനസ്സിലായിരുന്നില്ല. മജീദിന്റെ കണക്കുകൾ ശരിയാകുന്നതിന്റെ രഹസ്യം സുഹ്റയുടെ മന്ദഹാസത്തിൽ ഒളിഞ്ഞു കിടന്നിരുന്നു. കണക്കുകൾ ചെയ്യാൻ കുട്ടികളൊക്കെ എണീറ്റ് മുഖത്തോട് മുഖം നോക്കി നിൽക്കുമ്പോൾ മജീദിന്റെ ഇടത്തെ കണ്ണ് സുഹ്റയുടെ സ്ലേറ്റിലായിരിക്കും. അവളുടേത് മജീദും പകർത്തു. കണക്ക് ചെയ്തു തീർന്നാലും അവൾ ഇരിക്കുകയില്ല. ആദ്യം മജീദ് ഇരിക്കണം. പള്ളിക്കൂടത്തിൽ നിന്ന് അവർ ഒരുമിച്ച് വീടുകളിലേക്ക് വരുന്ന സമയത്ത് മറ്റാരും കേൾക്കാതെ മജീദിനെ സുഹ്റ കളിയാക്കും.
പലതും ഓർത്ത് സുഹ്റ മന്ദഹസിക്കും. എന്നിട്ട് മന്ത്രിക്കും, ഉമ്മിണി വലിയ ഒന്ന്. അപ്പോൾ മജീദിന്റെ ദേഷ്യം മുഴുവനും ഒറ്റ വാക്കിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവൻ പറയും, രാജകുമാരി. അത് കേട്ട് വെള്ളിമണിയുടെ മന്ത്രധ്വനി പോലെ ശോകമധുരമാം വണ്ണം ചിരിച്ചുകൊണ്ടവൾ വിരലുകളിലേക്ക് നോക്കും. ആ നഖങ്ങളൊക്കെ ഭംഗിയായി മുറിച്ചതാണ്. വെടിപ്പിനും വൃത്തിക്കും സ്കൂളിലെ ഉത്തമ മാതൃകയാണവൾ. മജീദിന്റെ വസ്ത്രങ്ങളിൽ എന്നും മഷിയും കറയും പുരണ്ടിരിക്കും. അവൻ നാട്ടിലുള്ള മാവുകളിലൊക്കെ വലിഞ്ഞു കയറും. അവയുടെ ഉച്ചിയിലെ ചില്ലക്കൊമ്പുകളിൽ പിടിച്ച് ഇലപ്പടർപ്പുകളുടെ മീതെ കൂടി അനന്തമായ ലോകവിശാലതയിൽ നോക്കുക അവനൊരു രസമാണ്. ചക്രവാളത്തിന്റെ അപ്പുറത്തുള്ള ലോകങ്ങൾ കാണുവാൻ അവന് കൊതിയാണ്. ഭാവനയിൽ മുഴുകിയവൻ വൃക്ഷത്തിന്റെ ഉച്ചിയിൽ നിൽക്കുമ്പോൾ അടിയിൽ നിന്ന് സുഹ്റ വിളിച്ചു ചോദിക്കും, മക്കം കാണാവോ ചെർക്ക? മജീദ് അതിനുത്തരമായി, ഉയരെ മേഘങ്ങളോട് പറ്റിച്ചേർന്ന് പറക്കുന്ന പരുന്തുകളുടെ പാട്ട് എന്ന് വിശ്വസിക്കുന്ന വരികൾ സ്വരമാധുര്യത്തോടെ ഉരുവിടും. മക്കം കാണാം, മദീനത്തെ പള്ളിയും കാണാം. സുഹ്റായുടെ കാതുകുത്ത് കല്യാണത്തിൽ മജീദ് പങ്കുകൊണ്ടത് സഹിക്കവയ്യാത്ത വേദനയോടും ഒളിച്ചുമാണ്. മജീദ് മാർക്കം ചെയ്തു കിടക്കുകയായിരുന്നു. ഒഴിവുകാലത്താണ്. മജീദിന്റെ സുന്നത്ത് കല്യാണം ഗ്രാമത്തെ ആകെ ഇളക്കിയ സംഭവമായിരുന്നു. വെടിക്കെട്ടും വലിയ സദ്യയും ഉണ്ടായിരുന്നു. ബാൻഡ് മേളങ്ങളോടും ഗ്യാസ് ലൈറ്റുകളോടും കൂടി ആനപ്പുറത്താണ് മജീദിനെ ഊരുലാത്തിയത്. അതിനുശേഷമായിരുന്നു ബിരിയാണി സദ്യ. 1000-ലധികം ആളുകൾ പങ്കുകൊണ്ടിരുന്നു. സദ്യയ്ക്ക് മുമ്പാണ് മാർക്കം നടന്നത്. ആ ദിവസം മുഴുവനും മജീദിന് ഭയമായിരുന്നു. എന്തോ മുറിച്ചു കളയും. എന്താണത്? മരിച്ചു പോകുമോ? അവൻ ആകെ ഭയന്നു തളർന്നു. അന്ന് സന്ധ്യ വരെ ജീവിക്കില്ലെന്നു തന്നെ അവന് തോന്നി. എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് അവൻ ഒരു ലക്കുമില്ല. ലോകത്തിലുള്ള എല്ലാ മുസ്ലിം പുരുഷന്മാരെയും മാർക്കം ചെയ്തിട്ടുള്ളതാണ്, അല്ലാത്തവർ ഇല്ല. എങ്കിലും ഈ മാർക്കം ചെയ്യണത് എങ്ങനെ? മജീദ് സുഹ്റായോട് ചോദിച്ചു. അവൾക്ക് യാതൊരു അറിവുമില്ല. എന്തായാലും മരിക്കുകയല്ല എന്ന് ആശ്വസിപ്പിക്കാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. എങ്കിലും മജീദിന് വളരെ പരിഭ്രമമുണ്ടായിരുന്നു. അല്ലാഹു അക്ബർ എന്നുള്ള ഗംഭീരമായ തക്ബീർ പന്തലിൽ മുഴങ്ങിയതോടെ മജീദിനെ അവന്റെ ബാപ്പ പിടിച്ചുകൊണ്ട് ഒരു ചെറുമുറിയിലാക്കിയിട്ടു പോയി. അവിടെ കമിഴ്ത്തിയിട്ട് വെള്ളവസ്ത്രം വിരിച്ച ഉരലിന്റെ മുമ്പിലായി 11 തിരിയുള്ള നിലവിളക്ക് കത്തുന്നുണ്ടായിരുന്നു. മുറിയിൽ ക്ഷുരകനായ ഓസാനെ കൂടാതെ 10-12 ആളുകളുണ്ടായിരുന്നു. അവർ മജീദിന്റെ ഷർട്ടൂരി തുണി ഉരിഞ്ഞു. പിറന്നപടി അവനെ ഉരലിന്റെ പുറത്തിരുത്തി. അത്ഭുതം! അവർ എന്താണ് ചെയ്യാൻ പോകുന്നത്? സംഭ്രമം! മജീദിന്റെ കണ്ണുപൊത്തി കൈക്കും കാലിനും തലയ്ക്കും ആളുകൾ പിടിച്ചു. അവൻ അനങ്ങാൻ വയ്യായിരുന്നു. അല്ലാഹു അക്ബർ എന്നുള്ള ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ല. മജീദ് നന്നായി വിയർക്കുന്നുണ്ടായിരുന്നു. ആ ബഹളത്തിനിടയ്ക്ക് അവന്റെ തുടകൾ ചെന്നു ചേരുന്ന സ്ഥലത്ത് നേരിയൊരു വേദന, ഉണങ്ങിയ പാള മുറിക്കുന്നത് പോലെയുള്ള ഒരനുഭൂതി. ഒരു നിമിഷം മാത്രം. ഉടനെ എല്ലാം കഴിഞ്ഞ് ഒരു വെള്ളം തളി, ഒരു നീറ്റൽ, ഒരു പുകച്ചിൽ. മജീദിനെ കിടത്തി. തലയ്ക്കും കാലിനും തലേണയുണ്ട്. ആ ബഹളത്തിൽ മജീദ് ഒന്ന് നോക്കി. ചെമന്ന മഷിയുള്ള കുപ്പിയിൽ കൈവിരൽ മുക്കിയതുപോലെയല്ല, മഷിയിൽ മുങ്ങാതെ കുപ്പിയുടെ വായിൽ നിന്ന് വിരലിന്റെ തലയ്ക്ക് ചുറ്റും ചെമന്ന മഷി പുരണ്ടതുപോലെ. അവിടെ ചോര പൊടിഞ്ഞു നിൽക്കുന്നെന്നു മാത്രം. സുഹ്റായോട് പിറ്റേ ദിവസം ഇത്രയും സംഗതികൾ മജീദ് പറഞ്ഞു. അവൾ ജനലിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് ചോദിച്ചു, മജീദ് പേടിച്ചോ? ഞാനോ? മജീദ് ആ കിടപ്പിൽ കിടന്നുകൊണ്ട് വീരവാദം ചെയ്തു. ഞാൻ പേടിച്ചൊന്നുമില്ല. ആ സമയത്ത് സുഹ്റ അവളുടെ കാതുകുത്ത് കാര്യം പറഞ്ഞു. 10-12 ദിവസത്തിനുള്ളിൽ അവളുടെ കാതുകുത്ത് നടക്കും. മജീദിന് വരാനൊക്കുകയല്ലോ. മജീദ് പറഞ്ഞു, ഞാൻ വരും. പക്ഷേ ആ ദിവസം വന്നപ്പോൾ മജീദിന് അനങ്ങുവാൻ വയ്യായിരുന്നു. ആദ്യം സുഹ്റായുടെ ഉമ്മയും പിറകെ സുഹ്റായും വന്ന് വീട്ടുകാരെ ക്ഷണിക്കുന്നത് അവൻ കേട്ടു. കുറെ കഴിഞ്ഞ് സുഹ്റായെ ജനലിന്റെ അടുത്ത് കാണുകയും ചെയ്തു. ഉത്കണ്ഠയാൽ അവളുടെ വെളുത്ത മുഖം വിളറിയിരുന്നു. എങ്കിലും കണ്ണുകൾ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. ഇന്നെന്റെ കാതൂത്ത,
മജീദ് ഒന്നും പറയാതെ മന്ദഹസിച്ചു. അത് അവളിലും പകർന്നു. മജീദ് ഭംഗിയുള്ള ചെവികളിൽ നോക്കി. കാതുകുത്ത് ഒരാചാരമാണ്. അത് നിരത്തി കുനുകുനാ കുത്തിത്തുളയ്ക്കുമ്പോൾ വേദനിക്കില്ലേ? മജീദ് അത്ഭുതപ്പെട്ടു. അവൾ പറഞ്ഞു, അറിയാൻ പാടില്ല, വന്നു നോക്ക്. അവൾ ഓടിപ്പോയി. മജീദിന് പോകണമെന്ന് തോന്നി. കിടന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുവാൻ വയ്യ. എങ്കിലും ഒട്ടുകഴിഞ്ഞ് ആരും കാണാതെ തക്കത്തിന് മജീദ് എണീറ്റു. സംഭ്രമം, അമ്മിപ്പിള്ളയുടെ ഘനം, 1000 വ്രണങ്ങളുടെ വേദന എല്ലാം കൂടി ഹൃദയത്തിൽ നിന്ന് ഘനമായി തൂങ്ങിക്കിടക്കുന്നത് പോലെ കവച്ചു കവച്ച് ആരും കാണാതെ മജീദ് സൂത്രത്തിൽ വെളിയിലിറങ്ങി. വെള്ളമില്ലാത്ത തോട്ടിലൂടെ നിരങ്ങി നിരങ്ങി പറമ്പിൽ കയറി സുഹ്റായുടെ വീട്ടിൽ ചെന്നു. അവിടെ വലിയ ആഘോഷമോ ആൾക്കൂട്ടമോ ഒന്നും കണ്ടില്ല. അതവർ പണക്കാരല്ലാഞ്ഞിട്ടാണെന്ന് മജീദ് വിചാരിച്ചു. പണക്കാരാണെങ്കിൽ കൊട്ടും വെടിക്കെട്ടും സദ്യയും ആരവവും ഒക്കെ ഉണ്ടാകുമായിരുന്നു. മജീദിനെ കണ്ട ഉടനെ സുഹ്റായുടെ ഉമ്മ നിലവിളിച്ചുകൊണ്ട് ഓടിയെത്തി. എന്റെ പുള്ള എന്തിനു വരാൻ പോയി? മജീദ് വിഷമത്തോടെ വേദനയോടെ പറഞ്ഞു. കാതുകുത്ത് കാണാൻ. അന്നേരം സുഹ്റായും ഹാജരായി. അവളുടെ മുഖം ചെമന്നും കണ്ണുകൾ കലങ്ങിയും ഇരുന്നു. മുകൾ മുതൽ അടിവരെ 2 കാതുകളും കുത്തിത്തുളച്ചു. കറുപ്പ് നൂൽ കോർത്ത് കെട്ടിയിരുന്നു. വലത് കാതിൽ 11, ഇടത്തേതിൽ 10. പഴുത്തു തുളകൾ ഉണങ്ങുമ്പോൾ നൂലഴിച്ച് ഊരിക്കളഞ്ഞ് വെള്ളി അലുക്കത്തിടുമെന്നും അത് കഴിഞ്ഞ് കല്യാണത്തിന് വെള്ളി അലുക്കത്ത് മാറ്റി സ്വർണ്ണ അലുക്കത്താക്കുമെന്നും മജീദിന് അറിയാമായിരുന്നു. മജീദ് സുഹ്റായോട് ചോദിച്ചു, ഈ കാതുകുത്തെന്തിന്? അറിയാൻ മേല. അധികം നൊന്തോ? സുഹ്റ വേദനയോടെ മന്ദഹസിച്ചു. ഉമ്മണീശ. ഇത്രയുമായപ്പോൾ മജീദിനെ കാണാഞ്ഞിട്ട് ആളുകൾ തിരക്കി ചെന്നു. 2 പേർ താങ്ങിയാണ് അവനെ തിരികെ വീട്ടിലെടുത്തുകൊണ്ടുപോയി കിടത്തിയത്. ആ സംഭവം വളരെ ഒച്ചപ്പാടുണ്ടാക്കി. മജീദിനെ ബാപ്പ ശകാരിച്ചു. മജീദിന്റെ ഉമ്മായെ ബാപ്പ ശകാരിച്ചു. സുഹ്റായുടെ ബാപ്പ ഉമ്മമാരെയും മജീദിന്റെ ബാപ്പ ശകാരിച്ചു. അങ്ങനെ അത് അവസാനിച്ചു. ആദ്യം പൊറുപ്പായത് മജീദിനാണ്. അന്ന് മജീദിനെ കുളിപ്പിച്ചു പുതിയ വസ്ത്രങ്ങൾ അണിയിച്ചു. സെന്റ് പൂശി പുത്തൻ കുടിയുമായി പള്ളിയിൽ കൊണ്ടുപോയി. അത് ആഘോഷപൂർവമാണ്. ചമഞ്ഞു പിടിച്ചുള്ള ആ പോക്കിനെ പറ്റി പറഞ്ഞ് സുഹ്റ കളിയാക്കി. ഓ, ചെറുക്കന്റെ നാമൂസ്. അവൾ പറഞ്ഞു, പെണ്ണ് കെട്ടാൻ പോകും പോലെ.